ഞങ്ങളിതാ സറണ്ടർ ചെയ്യുന്നു എന്ന രൂപത്തിൽ നിലപാടെടുക്കുന്നതും ഞങ്ങൾ അതിൽ പോരാടുകയാണ് എന്ന നിലപാടെടുക്കുന്നതും രണ്ടും രണ്ടാണ്. പോരാടുകയാണ് ഇടത് നയം. അപ്പോൾ ആ ഇടത് നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CP അതിൽ പ്രതികരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം അതിൽ തുടക്കം മുതൽ എടുത്ത നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. കത്ത് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി ഇതിൻ്റെ പ്രായോഗിക വശത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, നേരത്തെ സുനിൽ പറഞ്ഞ പോലെ പഞ്ചാബിന് നേരത്തെ ഇതിൽ നിന്ന് മാറി നിന്നു. ആദ്യം ഒപ്പിട്ടു അല്ലേ? ആദ്യം ഒപ്പിട്ടു, പിന്നീട് മാറി നിന്നു, SSK ഫണ്ട് മുടങ്ങി, പിന്നെ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെയുണ്ട്. പിന്നെ വീണ്ടും ഒപ്പിട്ടു. അതെ, അങ്ങനെ ഒരു സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ ഫണ്ട് നൽകാതെ ബുദ്ധിമുട്ടിക്കുക എന്നൊരു രീതിയുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും അതുണ്ടാകാനുള്ള സാധ്യത അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന രേഖകളിലുള്ള കാര്യങ്ങളെല്ലാം പോലെ തന്നെ PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കേരളത്തിന് അങ്ങനെ പിന്നാക്കം പോകാൻ പറ്റുമോ? പഞ്ചാബ് പോയിട്ട് പിന്നെ തിരിച്ചു വരേണ്ടി വന്നല്ലോ. സമ്മർദ്ദമുണ്ടായി. സമ്മർദ്ദം എങ്ങനെ ഉണ്ടായി? കേന്ദ്ര സമ്മർദ്ദം ചെലുത്തി. കേന്ദ്രത്തിന് സമ്മർദ്ദമാണ് ഞാൻ പറഞ്ഞത്. അതെ, പൈസ വേണം എന്ന് പറയുമ്പോൾ നിലപാട് അടിയറ വെച്ചിട്ടാണോ പൈസ വേണ്ടത്? ആ പൈസ വാങ്ങുന്നതിൽ കോടതിയിലേക്ക് പോകാമോ എന്നൊരു സാധ്യത ആരായേണ്ടതുണ്ടോ എന്നുകൂടി ചോദിക്കാൻ വേണ്ടത്. ആ സാധ്യത ആരാഞ്ഞതിന് ശേഷമാണ് സറണ്ടർ ചെയ്യുന്നതെങ്കിൽ ശരി, മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു കോടതിയിലേക്ക് പോയി അത് നടന്നില്ല, ഞങ്ങൾ പരിശ്രമിച്ചു, ഞങ്ങൾ യുദ്ധം ചെയ്തു, ആ യുദ്ധത്തിൽ ഞങ്ങൾ പോരാടി തോറ്റാണെന്ന് പറയും. ഇത് ആദ്യം തന്നെ അടിയറ വയ്ക്കുകയാണല്ലോ. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്.